മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. സുജു, ഒടുവിൽ അഴിക്കുള്ളിലായി 18-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായി ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ജാമ്യ വ്യവസ്ഥകൾ എങ്ങനെയാണ് എന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ജാമ്യം നൽകിക്കൊണ്ട് കോടതി വിലയിരുത്തിയ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനു, ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചു എന്നുള്ള ഉത്തരവ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ലഭ്യമാക്കുന്ന വിവരങ്ങൾ. അതായത് കോടതി ഈ കേസ് പരിഗണിക്കുകയും ജാമ്യം അനുവദിച്ചു എന്ന വാക്കാലുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷം മാത്രമേ വ്യക്തമായി ഏത് ഗ്രൗണ്ടിലാണ് രാഹുലിന് ജാമ്യം ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും തിരുവല്ല കോടതി, അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിൻ്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഗുരുതര പരാമർശം, രാഹുലിന് കനത്ത തിരിച്ചടിയായിരുന്നു ആ വിധിപ്പകർപ്പിലെ പരാമർശങ്ങൾ രാഹുലിന് ലഭിച്ചിരുന്നത്. അതായത് ബലാത്സംഗം നടന്നു എന്നുള്ള തെളിവുണ്ട്, അതുപോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവല്ല കോടതി രാഹുലിൻ്റെ ജാമ്യം നിഷേധിച്ചത്. എന്നാൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയും പ്രതിഭാഗവും അതുപോലെ പ്രോസിക്യൂഷനും കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാഹുലിൻ്റെ കേസുമായി ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് 2 തവണ കോടതി വാദം കേട്ട ശേഷമാണ് ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ ഉയർന്നില്ല, പകരം വിധി പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഇനി ഇതിൻ്റെ വിധിപ്പകർപ്പ് ലഭ്യമായാൽ മാത്രമേ രാഹുലിന് ജാമ്യം ലഭ്യമായത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് വ്യക്തത വരികയുള്ളൂ. എന്നാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിലും കൃത്യമായി തന്നെ വാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഒരു സീരിയസ് ഇത്തരത്തിൽ നിരന്തരമായി ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെടുന്ന വ്യക്തി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുലിന് ജാമ്യം ലഭിച്ചാൽ അത് അതിജീവിതയും ഭീഷണിപ്പെടുത്തുവാനും സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പ്രതിഭാഗം ഈ സെഷൻസ് കോടതിയിലും ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിട്ടുള്ളത്, ബലാത്സംഗമല്ല എന്ന വാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ മെറിറ്റിലേക്കോ കൂടുതൽ കാര്യങ്ങളിലേക്ക് കോടതി കടക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് രാവിലെ ഉണ്ടായിരുന്ന പ്രതികരണം. കാരണം ഇത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയാണ്, അതിനാൽ തന്നെ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കോ മെറിറ്റിലേക്കോ കോടതി കടക്കാൻ സാധ്യതയുമില്ല. എന്നാൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചു എന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇതോടുകൂടി 17 ദിവസങ്ങൾക്ക് ശേഷം 18-ാമത്തെ ദിവസം മാവേലിക്കര സബ് ജയിലിൽ നിന്ന് രാഹുലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി കോടതി ഉത്തരവായി തന്നെ ജയിലിൽ ലഭിക്കണം. അതിന് ശേഷമായിരിക്കും ജയിൽവാസം രാഹുൽ അവസാനിപ്പിച്ചുകൊണ്ട് കോടതിക്ക് പുറത്തേക്ക് എത്താൻ സാധിക്കുക. മനു, തീർച്ചയായും ഇപ്പോൾ സുജി പറഞ്ഞതുപോലെ 18 ദിവസം കോൺഗ്രസിന്റെ എംഎൽഎ ജയിലിൽ കിടക്കുന്നു. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ ഈ അകത്തായി കിടന്നിരുന്നത്. ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. പക്ഷേ മറ്റ് 2 കേസുകളുണ്ട്. അത് ഹൈക്കോടതിയിൽ നിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് അറസ്റ്റ് വിലക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇവിടെ ജാമ്യം ലഭിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ആ ജാമ്യം ലഭിക്കുമ്പോൾ പോലും അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന വളരെ ഗൗരവതരമായ ലൈംഗികാക്ഷേപങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇനി ഏത് ഗ്രൗണ്ടിലാണ് ജാമ്യം ലഭിച്ചത് എന്ന് സുജി പറഞ്ഞതുപോലെ കോടതി ഉത്തരവിന്റെ പൂർണ്ണമായ രൂപം വന്നാൽ മാത്രമേ നമുക്ക് വ്യക്തത വരികയുള്ളൂ. തീർച്ചയായിട്ടും മനോ, ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് കൊണ്ട് കേസ് ഇല്ലാതാവുകയല്ല, അതിന് മെറിറ്റിലേക്ക് കോടതി കടന്നു എന്നും അനുമാനിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായി തന്നെ കോടതിയുടെ ആദ്യഘട്ടത്തിലെത്തുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് 2ാം ഘട്ടം നടത്തുന്ന ആദ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഉണ്ടാകുക. ആ കോടതിയുടെ പരിധിയിൽ പെടുന്ന കാനഡയിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശിയായ വിദേശ മലയാളി നൽകിയ ഒരു പരാതിയാണ്. അതിന് സംഭവം നടന്നിരിക്കുന്ന ഈ ക്രൈം നടന്നിരിക്കുന്നത് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്നാണ് ഇന്ന് പറയാം. അത് തിരുവല്ല കോടതിയുടെ പരിധിയിലായതുകൊണ്ട് തന്നെയാണ് തിരുവല്ല കോടതിയുടെ പരിധിയിൽ കേസ് വരികയും സ്വാഭാവികമായി ജാമ്യ ഹർജിയിൽ അവിടെ ആദ്യം രാഹുലിന് ജാമ്യ അപേക്ഷ നൽകേണ്ടതായിട്ടും വരുന്നത്. കോടതി ജാമ്യം നിഷേധിക്കുക മാത്രമല്ല, രാഹുലിൻ്റെ ജാമ്യ ഹർജിയിൽ ഗുരുതര പരാമർശങ്ങൾ തിരുവല്ല കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി ഒരു പ്രതി എന്ന നിലയിൽ രാഹുൽ സെഷൻസ് കോടതിയെ സമീപിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ സെഷൻസ് കോടതിയിൽ സമീപിച്ച രാഹുലിന് ജാമ്യം കിട്ടി. ഇതുകൊണ്ട് രാഹുലിൻ്റെ കേസ് അവസാനിച്ചെന്നോ അല്ലെങ്കിൽ രാഹുൽ നീതിമാൻ എന്ന തരത്തിലല്ല വ്യാഖ്യാനിക്കേണ്ടത്, പകരം ആ കേസിൽ ജാമ്യം ലഭിച്ചു എന്നാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഇത് 3ാമത്തെ ബലാത്സംഗ കേസാണ്. രജിസ്റ്റർ ചെയ്യുന്ന SIT അന്വേഷിക്കുന്ന കേസ്. രാഹുലിന് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ എണ്ണമല്ല 3, പകരം പോലീസ് കേസായി മാറിയിരിക്കുന്ന 3 അതിലെ ആദ്യത്തെ കേസിൽ ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കേസ് തിരുവനന്തപുരം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതിൽ മേലുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ഇതിപ്പോൾ 3ാമത്തെ കേസാണ്. ഈ കേസിൽ രാഹുൽ 17 ദിവസം അഴിക്കുള്ളിലാവുക എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യ
കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് അറിയുകയും അറസ്റ്റിനുള്ള നീക്കം തുടങ്ങിയപ്പോൾ രാഹുൽ കർണാടകത്തിലേക്ക് ഒളിവിലേക്ക് പോവുകയും പിന്നീട് കോടതിയുടെ ഭാഗത്തുനിന്ന് നോട്ട് ടു അറസ്റ്റ് ഉണ്ടായപ്പോഴാണ് രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് തിരികെ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ക്രിമിനൽ കേസിൽ പെടുന്ന രാഹുലിൻ്റെ മൂന്നാമത്തെ കേസാണ് കേസിൽ. ഇതിൽ തീർച്ചയായിട്ടും തിരുവല്ല കോടതിയുടെ പരാമർശങ്ങളാണെങ്കിൽ വളരെ ഗൗരവമുള്ളതായിരുന്നു. കാരണം ബലാത്സംഗം നടന്നതിനുള്ള പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ കേസിൽ വിധി പറഞ്ഞത്. എന്നാൽ ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ജാമ്യം അനുവദിക്കുന്ന സ്വാഭാവികം ഉപാധികളോടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഉപാധികളുടെ ജാമ്യം അനുവദിക്കുന്ന അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ രാഹുലിന് അനുകൂലമായ പരാമർശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും 18ാമത്തെ ദിവസം പാലക്കാട് MLA, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും MLA ആയി തുടരുന്ന രാഹുലിന് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. അപ്പുറത്തേക്കുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ കോടതി വിധി കയ്യിൽ ലഭ്യമായാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മനു.